തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട വിവിധ സർവേ റിപ്പോർട്ടുകളും മുന്നണികളുടെ അവകാശവാദങ്ങളും വിലയിരുത്തലുകളും ഒക്കെ അവിടെ നിൽക്കട്ടെ. യഥാർത്ഥത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പ്രവചനാതീതമായ ഒരു ഫോട്ടോ ഫിനിഷിലേക്കാണ് പോകുന്നത്. ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായ തരംഗം തിരുവനന്തപുരത്ത് ദൃശ്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് പറയുന്നത്. മൂന്ന് മുന്നണികളും അതിശക്തമായി പ്രചരണ രംഗത്ത് നിലയുറപ്പിച്ചതിനാൽ വിവിധ മേഖലകളിൽ ഈ മുന്നണികൾക്ക് അനുകൂലമായ വികാരം പ്രതിഫലിക്കപ്പെടുന്നത് വിവിധ തരത്തിലായതിനാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രവചനാതീതമായ ഫോട്ടോ ഫിനിഷ് തിരുവനന്തപുരത്തുണ്ടാകും എന്നതിൽ തർക്കമുണ്ടാകാനിടയില്ല. പ്രധാനപ്പെട്ട മുന്നണികളും കേവല ഭൂരിപക്ഷം മറികടന്നുള്ള സീറ്റെണ്ണം നേടാം എന്നുള്ള വ്യാമോഹമൊക്കെ വിട്ടുകഴിഞ്ഞു. ഒരു 40 സീറ്റ് പിടിച്ചെടുത്താൽ തിരുവനന്തപുരം ഭരിക്കാനാകും എന്ന നിലയിലേക്ക് പ്രധാന മുന്നണികൾ എത്തിയിരിക്കുന്നു. അപ്പോൾ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാവുക എന്നതിലേക്കാണ് മുന്നണികൾ ലക്ഷ്യം വയ്ക്കുന്നത്. അങ്ങനെ വരുമ്പോഴും ഈ പ്രധാനപ്പെട്ട മുന്നണികൾ, ഇടതുമുന്നണിയായാലും BJP ആയാലും, ഒപ്പം 10-ൽ നിന്ന് ഒരു വലിയ കുതിപ്പ് പ്രതീക്ഷിക്കുന്ന UDF ആയാലും, കണക്ക് കൂട്ടുന്നത് എതിരാളികളെക്കാൾ 1-2 സീറ്റിൻ്റെ മാത്രം മുൻതൂക്കമേ ഉണ്ടാകാനിടയുള്ളൂ എന്നതാണ്. അതായത് ഒരു 1-2 സീറ്റിൻ്റെ വ്യത്യാസത്തിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകാം എന്ന് LDF കണക്ക് കൂട്ടുന്നുണ്ട്, BJPയും അങ്ങനെ കണക്ക് കൂട്ടുന്നുണ്ട്. UDF ആണെങ്കിൽ ഒരു വലിയ കുതിപ്പ് തങ്ങൾക്കുണ്ടാകും, തീരദേശ മേഖലയിലാകെ തങ്ങൾക്ക് അനുകൂലമായൊരു വികാരമുണ്ട്, അത് സ്വാഭാവികമായി ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സഹായിക്കും എന്നുള്ള കണക്ക് കൂട്ടലാണ്. ഒപ്പം വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം നിയോജക മണ്ഡലങ്ങളിലെ വാർഡുകളിൽ ഉണ്ടാകുന്ന ഒരു മാറ്റവും UDFൻ്റെ പ്രതീക്ഷകൾക്ക് ആക്കം പകരുന്നതാണ്. LDFനെയും BJPയെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുമ്പോൾ പോലും 1-2 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് കാര്യങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവിടെ നിർണായകമാകുന്നത് ഒരുപക്ഷെ സ്വതന്ത്രന്മാരായിരിക്കും. സ്വതന്ത്രന്മാർ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 5 സ്വതന്ത്രന്മാർ ഇപ്പോൾ ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്ന ഘട്ടത്തിൽ മുന്നണികളോടൊപ്പമോ മുന്നണികളെക്കാൾ മുന്നിലോ പ്രചരണ രംഗത്ത് നിറഞ്ഞു നിന്ന 5 പേർ, ആ 5 വാർഡുകളിലെ വിധിയെഴുത്ത് തിരുവനന്തപുരത്തിൻ്റെ ഭരണം ആരിലേക്ക് എന്ന് നിശ്ചയിക്കുന്നതിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 28 വാർഡുകളിലെ 2 വാർഡുകൾ, വട്ടിയൂർക്കാവിലെ 2 വാർഡുകൾ, ഒപ്പം കോവളം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 1 വാർഡ്, ഈ 5 വാർഡുകളിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ, അതിൽ ചിലരൊക്കെ റിബലുകളാണ്, ചിലരൊക്കെ സ്വതന്ത്രരായി രംഗത്തിറങ്ങിയവരാണ്. ഈ 5 സ്ഥാനാർത്ഥികളുടെ പ്രകടനത്തെ ആശ്രയിച്ചായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണത്തിൽ ആര് വരണമെന്നത് നിശ്ചയിക്കപ്പെടുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ, ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നു. പ്രധാനപ്പെട്ട മുന്നണികൾ അത്തരത്തിലുള്ള ലേസണിങ്ങിലേക്ക് കടന്നിരിക്കുന്നു. കഴക്കൂട്ടം മണ്ഡലത്തിലെ 2 വാർഡുകൾ, അതിലൊന്ന് പൗണ്ട് കടവ്, മറ്റൊന്ന് ഉള്ളൂർ. പൗണ്ട് കടവിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ റിബൽ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്ന കോൺഗ്രസിൻ്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ സുധീഷ് മെല്ലെ തുടങ്ങി അതിഗംഭീരമായ പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ അവിടെ ഒരു വലിയ മുൻതൂക്കം നേടിയിരിക്കുന്നു. അവിടെ ലീഗിന് സീറ്റ് കൊടുത്തതിൽ പ്രതിഷേധിച്ചാണ് അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങിയത്. ലീഗ് സ്ഥാനാർത്ഥി ഈ സുധീഷിൻ്റെ മുന്നേറ്റം കണ്ട് മെല്ലെ മത്സരരംഗത്ത് നിന്ന് പിന്മാറിയതുപോലെയാണ്. LDFനകത്ത് അവിടെ ആ LDF സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചതിലുള്ള അസ്വാരസ്യങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായി അവിടെ ഉണ്ടാക്കിയ മുന്നേറ്റം പൗണ്ട് കടവിൽ ഒരു സ്വതന്ത്രൻ്റെ വിജയത്തിലേക്ക് എത്തുന്ന തരത്തിൽ ആളുകൾക്കിടയിൽ ഒരു വികാരം സൃഷ്ടിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഈ പൗണ്ട് കടവ് വാർഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണ 874 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷം ജയിച്ച ഇടമാണ്. പക്ഷേ വാർഡിൻ്റെ പുനഃക്രമീകരണം വന്നതോടെ LDFന് സ്വാധീനമുള്ള ചില മേഖലകൾ ആ വാർഡിൽ നിന്ന് മാറ്റപ്പെട്ടു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ പരാജയപ്പെട്ടപ്പോഴും 3 ബൂത്തുകളിൽ നേടിയ ലീഡ് UDFന് ആത്മവിശ്വാസം പകരുന്നതാണ്. അപ്പോൾ ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ വലിയ സ്വാധീനമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ സുധീഷ് കുമാർ ആ നിലയിലുള്ള ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മറ്റൊന്ന് ഉള്ളൂർ വാർഡാണ്. ഉള്ളൂർ വാർഡിൽ ദേശാഭിമാനിയുടെ മുൻ ബ്യൂറോ ചീഫായിരുന്ന K. ശ്രീകണ്ഠനാണ് മത്സരിക്കുന്നത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. അദ്ദേഹവും അവിടെ വലിയ പ്രതീക്ഷയോടെയാണ് മത്സരരംഗത്തുള്ളത്. ഒരുപക്ഷെ ജയിച്ചു കയറാവുന്ന തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെ UDF സ്ഥാനാർത്ഥിക്കും റിബലുണ്ട്. ഈ 2 മുന്നണികളിലെയും റിബലുകളുടെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് ജയിച്ചു കയറാമെന്ന് BJP പ്രതീക്ഷ വയ്ക്കുന്നുണ്ടെങ്കിലും വോട്ട് പലതായി ഭിന്നിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിൽ
തൻ്റെ പൊതുപ്രവർത്തന രംഗത്തുള്ള അനുഭവ സമ്പത്ത് കൊണ്ട് ജയിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷ ശ്രീകണ്ഠൻ അവിടെ പങ്കുവയ്ക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഉള്ളൂരും ഫോക്കസിലേക്ക് വരുന്നത്. മറ്റൊന്ന്, വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന വാഴോട്ടുകോണം വാർഡാണ്. വാഴോട്ടുകോണത്ത് മുൻ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയിരുന്ന CPM-ൻ്റെ നേതാവ് മോഹനൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി, റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. അദ്ദേഹത്തിനും അനുകൂലമായ ഒരു വികാരം അവിടെ ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് പ്രചരണ രംഗത്ത് നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ആളുകൾക്കിടയിലും VK മോഹനനോടുള്ള ഒരു സഹാനുഭൂതി ഉണ്ടായിട്ടുണ്ട്. അത് ഗുണകരമാകും എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ക്യാമ്പിനുള്ളത്. കണ്ണമ്മൂലയാണ് മറ്റൊരു സ്വതന്ത്രം മത്സരിക്കുന്നത്. പ്രസ് ക്ലബിൻ്റെ മുൻ സെക്രട്ടറിയും പ്രസിഡന്റുമൊക്കെ ആയിരുന്ന പാറ്റൂർ രാധാകൃഷ്ണൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. അവിടെ 3 മുന്നണികളും സജീവമായി തന്നെ പ്രതീക്ഷ വച്ച് പുലർത്തുന്നുണ്ട് എങ്കിലും രാധാകൃഷ്ണൻ കഴിഞ്ഞ കുറേ നാളുകളായി കണ്ണമ്മൂല കേന്ദ്രീകരിച്ച് നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് മുതൽക്കൂട്ടാകും. അദ്ദേഹത്തിൻ്റെ പ്രചരണ രംഗത്തും അത്തരത്തിൽ വളരെ സജീവതയോടുകൂടി ആളുകൾ ഉണ്ട് എന്നുള്ളത്, കണ്ണമ്മൂലയിലെ ആളുകൾ തന്നെ ഉണ്ട് എന്നുള്ളത് പ്രതീക്ഷ പകരുന്ന ഒരു ഘടകമായി നിൽക്കുന്നു. അവിടെ ഇടതുപക്ഷത്തിന് ഘടകകക്ഷി സ്ഥാനാർത്ഥിയാണ്, CPM-ൻ്റെ സ്ഥാനാർത്ഥിയല്ല. UDF-നും ഘടകകക്ഷി സ്ഥാനാർത്ഥിയാണ്. BJP മാത്രമാണ് താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നത്. അപ്പോൾ CPM-ൻ്റെയോ കോൺഗ്രസിൻ്റെയോ ചിഹ്നമില്ലാത്തതും അവിടെ ഒരു വലിയ പരിധിവരെ രാധാകൃഷ്ണൻ അനുകൂലമാകുന്ന ഒരു ഘടകമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. 5ാമത്തെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിഴിഞ്ഞത്ത് മത്സരിക്കുന്ന NA റഷീദാണ്. അദ്ദേഹം മുൻ CPM കൗൺസിലറാണ്. വിഴിഞ്ഞത്തും ഈ പറയുന്നത് പോലെ ഒരു ജഗവക മത്സരമാണ് നടക്കുന്നത്. UDF-നും റിബലുണ്ട്. അപ്പോൾ അത്തരം ഘടകങ്ങൾക്കിടയിൽ CPM-ലേത് ഈ പറയുന്നത് പോലെ പല വിധത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് വഴങ്ങി നൽകിയ സീറ്റാണ് എന്നുള്ള ആക്ഷേപവുമായിട്ടാണ് NA റഷീദ് മത്സര രംഗത്ത് വന്നത്. അപ്പോൾ സ്വാഭാവികമായി NA റഷീദിന് അവിടെയുള്ള ഒരു പഴയ ജനപിന്തുണ, ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യത, അത് ഗുണകരമായി മാറുമെന്ന വിലയിരുത്തൽ ഈ NA റഷീദിൻ്റെ ക്യാമ്പിനുമുണ്ട്. കാരണം നേരത്തെ കോൺഗ്രസിൻ്റെ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നത്. അദ്ദേഹത്തിനും അവിടെ ഒരു റിബലൻ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ NA റഷീദ് അനുകൂലമായൊരു വികാരം അവിടെയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ 5 പേർ, ഈ 5 പേരിൽ ഒരു 2-3 പേർ ജയിച്ചു വന്നാൽ പോലും അതിനകത്തൊരു വലിയ പ്രാധാന്യമുണ്ടാകുന്ന നിലയിലേക്കാണ് തിരുവനന്തപുരത്തിൻ്റെ കാര്യങ്ങൾ പോകുന്നത്. ഈ സ്വതന്ത്രന്മാർ തിരുവനന്തപുരത്തിൻ്റെ ഭരണഭാഗധേയം നിർണ്ണയിക്കുന്നതിൽ ഉറപ്പായും പ്രാധാന്യമുള്ളവരായി മാറുന്ന ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് മുന്നണികളും വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ 2-3 സ്വതന്ത്രന്മാർ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഈ 1-2 സീറ്റിൻ്റെ വ്യത്യാസത്തിലാണ് പ്രധാന മുന്നണികൾ നിൽക്കുന്നതെങ്കിൽ ഈ സ്വതന്ത്രർ ആരോടൊപ്പം നിൽക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി ആര് എന്ന് നിശ്ചയിക്കപ്പെടുന്നത്. ഒരുപക്ഷെ 2ാം സ്ഥാനത്ത് വരുന്ന മുന്നണിക്ക് 1ാം സ്ഥാനത്ത് വരുന്ന മുന്നണിയേക്കാൾ 1-2 സീറ്റ് മാത്രം വ്യത്യാസം, 3 സ്വതന്ത്രന്മാർ ജയിച്ചു വരുന്ന സാഹചര്യം, അതിനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പാടെ തള്ളിക്കളയാവുന്ന സാഹചര്യമല്ല ഈ 5 സ്വതന്ത്രന്മാരുടെ കാര്യത്തിലും. അപ്പോൾ അങ്ങനെ ജയിച്ചു വന്നാൽ ഇവർ ആരോടൊപ്പം നിൽക്കും? ഇവർ എല്ലാവരും ഒരു കക്ഷിയോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചാൽ, ഈ 2ാം സ്ഥാനത്തുള്ള കക്ഷിയോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചാൽ സ്വാഭാവികമായി ഭരണത്തിൻ്റെ സ്വഭാവം മാറും. അതുകൊണ്ട് തന്നെ സ്വതന്ത്രന്മാരുടെ സാന്നിധ്യം, അവർ പ്രചരണ രംഗത്തുണ്ടാക്കിയിരിക്കുന്ന മുൻതൂക്കം, ആ ഘടകങ്ങൾ വിജയമായി മാറിയാൽ തിരുവനന്തപുരത്തിൻ്റെ ഭരണഭാഗധേയത്തിൽ അവർക്ക് നിർണായക പ്രാധാന്യമുണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം നമുക്ക് പ്രതീക്ഷിക്കുകയും ചെയ്യാം.